നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വജ്രായുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സ്വർണ്ണക്കൊള്ളയിൽ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് ബില്ലിനെതിരെയും വ്യാപക സമരം. AG's ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം നടത്തും. ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുറന്നുകാട്ടാനും KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം. റോഷിവാൽ നൽകും വിശദാംശങ്ങൾ. റോഷിവാൽ, ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും UDF കോൺഗ്രസ് ഇറങ്ങാൻ പോകുന്നത് ജനങ്ങൾക്കിടയിലേക്ക്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉയർത്തുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയിൽ കടുത്ത സമരങ്ങളുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് സമയത്തുൾപ്പെടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയാക്കണം എന്ന് തന്നെയാണ് ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ തീരുമാനം. അതിനൊപ്പമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങളും. അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള വലിയ സമര പരിപാടികളാണ്. അതിൽ രാപ്പകൽ സമരം ഉൾപ്പെടെയുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് സ്വർണ്ണക്കൊള്ളയിൽ മാർച്ച് നടത്തുമ്പോൾ AG's ഓഫീസിന് മുന്നിലാണ് രാപ്പകൽ സമരം സംഘടിപ്പിക്കുക. പ്രാദേശിക തലത്തിലും പ്രതിഷേധങ്ങളുണ്ടാകും. അങ്ങനെ സ്വർണ്ണക്കൊള്ളയും തൊഴിലുറപ്പ് ബില്ലും ഉയർത്തിയുള്ള പ്രതിഷേധ സമരങ്ങൾ അത് മുഴുവൻ സമയം സജീവ ചർച്ചയാക്കും. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ വരുന്ന പ്രഖ്യാപനങ്ങൾ അതൊക്കെ തുറന്നു കാട്ടും. അത് രാഷ്ട്രീയം ലക്ഷ്യമിട്ട്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണെന്ന് ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമം. ഏറ്റവും പ്രധാനമായുള്ളത് SIRമായി ബന്ധപ്പെട്ട വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ്. ജില്ലാതലങ്ങളിലും ബ്ലോക്ക് മണ്ഡല തലങ്ങളിലും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അടുത്ത 2 ആഴ്ച കാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ വോട്ട് ചേർക്കാനുള്ള സുപ്രധാന തീരുമാനം കൂടി എടുക്കുന്നു. വോട്ട് ചേർക്കൽ കൃത്യമായി നടന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിലയിരുത്തൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ ഭാഗത്തുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള നിർദ്ദേശം നൽകിയത്. പ്രതിദിനം വോട്ട് ചേർക്കൽ വിലയിരുത്താനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഏതായാലും UDFന്റെ വജ്രായുധം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്ന് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനമെടുത്തു കഴിഞ്ഞു. റോഷ്നി, റോഷിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇത്തരം പ്രചാരണ വിഷയങ്ങളിൽ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതിന്റെ ആസൂത്രണങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത്.